കോഴിക്കോട് തൊണ്ടയാട് ബസ് മറിഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കെ ഷിതയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷിത, എപ്പോഴാണ് അപകടമുണ്ടായത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്ന സാൻഡ്രോ എന്ന ബസ്സാണ് മറിഞ്ഞത്. തൊണ്ടയാട് സിഗ്നലിനോട് ചേർന്ന് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. ബസ്സിൽ 30ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പരിക്കേറ്റ 19 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയെ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. വൈകിട്ട് 4 മണിയോടുകൂടി സിഗ്നൽ ക്രോസ് ചെയ്യാൻ ബസ് അമിത വേഗം എടുത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അമിത വേഗം എടുക്കുകയും അതേസമയം തൊട്ട് റോഡിന് നടുവിൽ തന്നെ ഡിവൈഡറിന് സമീപം ഉണ്ടായിരുന്ന പോസ്റ്റിൽ ഇടിക്കുകയും തുടർന്ന് ബസ് നിരങ്ങി എതിർ സൈഡിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത്. ആ സമയത്ത് കുട്ടികളടക്കമുള്ള യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. തത്സമയം തന്നെ പരിസരത്തിലുണ്ടായിരുന്ന ആളുകളും തൊട്ടടുത്ത കടകളിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നിന്നും സ്ഥലത്തു നിന്നും എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 19 പേരുണ്ട്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിൽപ്പെട്ട മാറ്റുകയും ചെയ്തു. തൊണ്ടയാട് അമിത വേഗതയിലായിരുന്ന ബസ് മറിഞ്ഞ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വിശദാംശങ്ങളാണ് കെ ഷിത നൽകിയത്.